പാലക്കാട് കൊല്ലങ്കോട് ബിവറേജിൽ മോഷണത്തിൽ പ്രതി എന്ന് സംശയിക്കുന്നയാൾ കസ്റ്റഡിയിൽ. ഔട്ട്ലെറ്റിനകത്ത് പ്രവേശിച്ച കൊല്ലങ്കോട് സ്വദേശി പഴലൂർ മുക്ക് സ്വദേശി രവിയെ കസ്റ്റഡിയിലെടുത്തു. കേസിൽ പല്ലശ്ശന സ്വദേശി മുരളീധരൻ എന്ന ശിവദാസൻ, കൊല്ലങ്കോട് സ്വദേശി രമേശ് എന്നിവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തിരുവോണ നാളിലെ വിൽപ്പന ലക്ഷ്യമിട്ടാണ് മോഷണം നടത്തിയെന്നാണ് നിഗമനം. സാജിദുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, പ്രതിയെന്ന് സംശയം മാത്രമാണോ പോലീസിനുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു വിശദീകരണം എന്താണ്? കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. കൊല്ലങ്കോട് ഈ ബിവറേജ് കോർപ്പറേഷന് കീഴിലുള്ള വലിയ വിദേശ മദ്യശാലയാണ്. ഇതിന്റെ ചുമര് പൊളിച്ചാണ് ഈ പ്രതി അകത്ത് കടന്നിരിക്കുന്നത്. അവിടെ ധാരാളം പണം ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ട് മുൻപുള്ള ദിവസം വിൽപ്പന നടത്തിയതിന്റെ പണവും ഉണ്ടായിരുന്നു. എന്നാൽ പണം ഒന്നും തന്നെ ഈ കൈകൊണ്ട് തൊടാതെ പൂർണ്ണമായും മദ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു മോഷണമാണ്. അതുകൊണ്ട് 4 ചാക്കുകളിലാക്കി മദ്യം പുറത്തെത്തിച്ചു. മറ്റ് 2 പേരാണ് ഈ മദ്യം കൊണ്ടുപോയത്. ഇതിൽ കൊല്ലങ്കോട് സ്വദേശി പഴലൂർ മുക്ക് രവിയാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇത് കൂടാതെ പല്ലശ്ശന സ്വദേശി മുരളീധരൻ എന്ന ശിവദാസൻ, കൊല്ലങ്കോട് സ്വദേശി രമേശ് എന്നിവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത്. ഇതിൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു മോഷണമാണ് നടന്നത്. ഇന്നലെ തിരുവോണ ദിനത്തിൽ ഈ ബിവറേജ് അവധിയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് അതിന് തൊട്ട് മുൻപുള്ള ദിവസം ബിവറേജ് അടച്ചു പോയതിനു ശേഷം അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഈ 4 ചാക്കുകളിലായി ഈ മദ്യം കടത്തി, വിവിധ ബ്രാൻഡുകളിലുള്ള മദ്യമാണ് കടത്തിയിരിക്കുന്നത്. ഇതിന്റെ നഷ്ടം ഉൾപ്പെടെ പോലീസ് കണക്കാക്കി വരികയാണ്. അജി, ശരി.